നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്ത് ജാമ്യമൊക്കെ കിട്ടി പുറത്തു വന്നു അല്ലേ. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്ത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഇദ്ദേഹം ജയിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാനൊരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിൻ്റെ താഴെ ഏതാണ്ടൊരു 500ഓളം കമൻറ്റുകൾ വന്നിരുന്നു. ആ കമൻറ്റ് ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു 450ഓളം കമൻറ്റുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള കമൻറ്റുകളാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്ത് ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് നിയമപരമായ രീതിയിൽ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ തന്നെയാണ് കേരളത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം രംഗത്ത് വന്ന മറ്റേ യുവനടി, ആ യുവനടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും ഇപ്പോഴത്തെ അവരുടെ റേഞ്ച് എന്താണെന്നുള്ളത് നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ പുരുഷന്മാരെ മാത്രം വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത്തരത്തിൽപ്പെട്ട സ്ത്രീകളെ കുറിച്ചിട്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഒരു പാവം മനുഷ്യൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ മനുഷ്യന് നേരെ വന്നിട്ടുള്ളതും ഇതേ ഒരു സ്ത്രീയായിരുന്നു അല്ലേ. ആ ഒരൊറ്റ റീല് കാരണം അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയി, ആ കുടുംബം അനാഥയായി പോയി. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് അത്രത്തോളം കട്ടിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം അത്രത്തിൽ അഭിമാനി ആയതുകൊണ്ടായിരിക്കാം, അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ അഭിമുഖീകരിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അതല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തെ ഒരു പൊതുപ്രവർത്തകനാണ്, അദ്ദേഹം ഒരു MLA ആണ്. അപ്പം അദ്ദേഹത്തിന് ഇതൊക്കെ നേരിടാനായിട്ടുള്ള കരുത്തും ശക്തിയും അദ്ദേഹം ആർജിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്ത് ഒരാളെ കട്ടിലിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ബലമായിട്ട് രാഹുൽ മാങ്കൂട്ടത്ത് ഒരു സ്ത്രീയോടും അപമര്യാദയെ പെരുമാറിയതായിട്ടുള്ള വാർത്തകളൊന്നും ഇതുവരെ ഇല്ല. യുവ നടി തന്നെ പറഞ്ഞെന്താണ്, എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ആദ്യം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്ത് വളരെ മോശമായ രീതിയിലൊക്കെ എന്നോട് പെരുമാറി എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. എന്താണെങ്കിലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നത് കോൺഗ്രസിൻ്റെ സഹയാത്രിക എന്ന് പറയുന്ന ഈ ഷഹനാസ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പൊളയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ അമ്മായിക്കിട്ട് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ എടുത്തിട്ട് അങ്ങോട്ട് കീറുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഇപ്പോൾ കോടതിയിലാണ്. കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്ത് തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കത്തില്ല. തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ തെറ്റെന്ന് തന്നെ പറയും. എന്താണെങ്കിലും അതിനു മുമ്പ് ഈ കോൺഗ്രസിൻ്റെ പല്ല് കൊഴിഞ്ഞിട്ടുള്ള ചില സിംഹങ്ങളുണ്ട്. അതായത് കോൺഗ്രസിൽ ചില യുവ നേതാക്കന്മാർ വളർന്നു വരുന്നുണ്ട്. അവരുടെ പിന്നാലെ ഒരുപാട് യുവാക്കൾ അണിനിരക്കുന്നുണ്ട്. ഇപ്പം IB ഈഡനാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വരുന്നത് ഈ പല്ല് കൊഴിയാറായിട്ടുള്ള ചില വേട്ടാവളിയൻ നേതാക്കന്മാരുണ്ട്. അതായത് സംഘപരിവാറിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വാലാട്ടുന്ന ചില വെറും വൃത്തികെട്ട ചില നേതാക്കന്മാർ. അവരുടെ പേരെടുത്ത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതുപോലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള യുവാക്കൾ രംഗത്തേക്ക് വരുന്നത് ഇഷ്ടമല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ ചവിട്ടി താത്തണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ അവരുടെ കയ്യിൽ വീണ് കിട്ടുന്നത്. എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം പറയുന്ന ഈ ഒരു വീഡിയോ നമുക്കൊന്ന് കാണുന്നതിന് മുമ്പ് ആ കോൺഗ്രസിന്റെ സഹയാത്രിക പറയുന്ന ആ വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കണ്ടോ. ഇവിടെ കിടന്ന് എന്റെ ഇൻബോക്സിന് താഴെ കമന്റ് ഇടുന്ന ആളുകൾ അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി അടുപ്പിക്കുമോ? അവന് ഞാൻ പറയട്ടെ, അവന് ലൈംഗിക വൈകൃതമുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനെയും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം. പൈസ വാങ്ങി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു, നിനക്ക് ഈ ലൈംഗിക വൈകൃതമൊക്കെ ഉണ്ട്, നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം. കാരണം അതാണ് അവനെന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ചിലപ്പം എന്താ പറയുക, സിനിമയിലുള്ള അതിജീവിതയുടെ ഒരു വിഷയത്തിൽ ദിലീപിനെ വെറുതെ വിട്ടതുപോലെ അധികാരം ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് ചിലപ്പം വെറുതെ വിടുമായിരിക്കാം. എന്നിരുന്നാൽ കൂടിയും ഇവിടെയുള്ള സ്ത്രീകളുടെ മനസ്സിൽ ഇവൻ മെസ്സേജ് അയച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. ഒന്നൊന്നല്ല, ഞാൻ പറയട്ടെ, നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് ഇവൻ ഞാനിപ്പോഴാണ് അറിയുന്നത് ഇവൻ ഇത്രയും പീഡകനാണ്. ഇവൻ കോടിയാണെന്ന് മാത്രമേ ഞാൻ ജഡ്ജ് ചെയ്തിട്ടുള്ളൂ. കോടിയാണെന്ന് പറഞ്ഞിട്ടും ഞാൻ KSU അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ഇവിടെ ഞാൻ നിൽക്കുന്ന പബ്ലിഷിംഗ് മേഖല അടക്കമുള്ള ആളുകൾ ഇടങ്ങളിലേക്ക് സ്ത്രീകൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എഴുത്തുകാരിയായിട്ടുള്ള സ്ത്രീകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MLA പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ യുവജന സംഘടനയായ KSUവിലും യൂത്ത് കോൺഗ്രസിലും പെൺകുട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ വെക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട്, അത് പരാതിയായിട്ട് പറയുന്നതല്ല. ഞാൻ ഷാഫി പറമ്പിലുള്ള സൗഹൃദത്തിൽ പറഞ്ഞ തന്നെയാണ്. ഇന്നലെ അവൻ പറയുന്നുണ്ട് പറയട്ടെ എന്നുള്ള പരാതിയായിട്ട് ഞാൻ കൊടുത്തിട്ട് ഒരു സ്ഥലത്തും ഇന്ന് കേരളത്തിൽ ഒരു പരാതിയായിട്ട് കൊടുത്തിട്ട് നീതി കിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരെങ്കിലും ആയിരിക്കണം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളും അല്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനോ ഞാൻ പറഞ്ഞത് കേൾക്കാനോ ഒരു കാലത്തും ആരും ഉണ്ടായിട്ടുമില്ല. എന്നിട്ടും ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മതേതരത്വമായിട്ടുള്ള ഒരു ആത്മസമർപ്പണമാണ്.
ഇത്രയും എനിക്ക് കോൺഗ്രസിൽ എന്തെങ്കിലും ആവാനാണെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കറിയാം യുവ നേതാക്കന്മാരിൽ ഈ കോൺഗ്രസിനകത്തെ ഏറ്റവും സ്വാധീനമുള്ള ആളുകളെ കുറിച്ച് തുറന്നു പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അതിൽ എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതി മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും പറയാതെ മിണ്ടാതെ ഇരിക്കാം. അത് ഞാനെന്ന സ്ത്രീയെ, ഞാനെന്ന എഴുത്തുകാരിയെ കളങ്കപ്പെടുത്തുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ച് വന്നിട്ടുള്ളത്. അത് എൻ്റെ ഭർത്താവല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ ഭർത്താവല്ല, എൻ്റെ മകനല്ല, എൻ്റെ ഉപ്പ വന്നാലും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്കെതിരെ നിൽക്കൂ. ഞാൻ ആ പെണ്ണിനൊപ്പേ നിൽക്കൂ എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനമാണ്. അത് എല്ലാ കാലത്തും. എന്നെക്കുറിച്ച് മോശം പറഞ്ഞിട്ട് പോസ്റ്റ് എടുത്ത ഒരുപാട് സ്ത്രീകളുണ്ട്, കോൺഗ്രസിനകത്തുള്ള സ്ത്രീകളുണ്ട്, അഡ്വക്കേറ്റുമാരായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇവർക്കൊന്നും ഇവനെ അറിയാഞ്ഞിട്ടല്ല. ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പാണ്. ഇവൻ ഒരു സ്ത്രീ എന്ന ഒരു തോന്നൽ മതി ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യാമെന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അവനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് അറിയാം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ാർജമുള്ള ചേച്ചിയല്ലേ, എഴുത്തുകാരി, കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്തായാലും ചേച്ചിക്ക് ഈ കോൺഗ്രസ്സിൽ നിൽക്കുന്നതിലും നല്ലത് എനിക്ക് തോന്നുന്നത് സംഘിപ്പാളയത്തിലേക്ക് പോകുന്നതായിരിക്കും. അതാകുമ്പോഴത്തേക്ക് അവരുടെ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാകും. കാരണം കോൺഗ്രസ്സിൽ നിന്നിട്ട് കോൺഗ്രസ്സിൽ കാണിക്കുന്ന കൊള്ളരായെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ചേച്ചിക്ക് ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ വലിക്കാനാണ് ഇവന് ഈ പ്രസ്ഥാനത്തിൽ നിന്നിട്ടല്ലേ. അപ്പൊ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കാതെ അങ്ങോട്ട് വല്ലതും പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ കൊടുക്കുന്നുണ്ട്. എന്നെ ഈ പരാതി പറഞ്ഞ ആളുകളിൽ ഏറ്റവും ഞെട്ടിച്ച ആളുകളിൽ ഒരാൾ ഷഹനാസാണ്. കോൺഗ്രസിലടക്കമുള്ള മഹിളാ കോൺഗ്രസിലടക്കമുള്ള സ്ത്രീകൾക്ക് വ്യക്തമായി ധാരണയുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി. നിങ്ങൾ അവൻ്റെ കഥകൾ കേൾക്കണം. കഥകൾ കേട്ടാൽ നിങ്ങൾ ഇതൊന്നും അല്ല. ഷഹനാസിന്റെ ഇവരെയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ അടുത്ത സുഹൃത്തായിരുന്നു. കർഷക സമരത്തിന്റെ സമയത്ത് ഞാൻ ഷഹനാസിനോട് മിസ്ബിഹേവ് ചെയ്തു. ആ കർഷക സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന്. അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട്. ഷഹനാസ് ആ മറുപടി പറഞ്ഞതൊന്ന് പുറം ലോകത്തേക്ക് വിടട്ടെ. അയ്യോ അത് വേണ്ട. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ആശംസ നേർന്നിട്ടുള്ള ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് അഭിനന്ദനം പറഞ്ഞ ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം നീ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള പരിപാടികൾ നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് ഉപദേശം തന്ന ഷഹനാസാണ്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. ഞാനൊരു എഴുത്തുകാരിയാണ്. സ്ത്രീപക്ഷ നിലപാടിന് ഏത് പക്ഷത്തേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുക. ജൂലൈ മാസം ഇങ്ങോട്ട് നീ പാലക്കാട് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നീ മത്സരിക്കണം എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എന്റെ സുഹൃത്താണ്. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. പക്ഷേ അതൊന്നും അല്ല തന്റെ ഉദ്ദേശം. ഷഹനാസിനെ ദുബായിലേക്ക് വിളിക്കുന്നത് മാഗ്ബത്ത് പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഷഹനാസിന് കൂടി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ ബുക്ക് പബ്ലിഷിംഗിലാണ്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാരുടെ ലോകത്ത്? അതെ, ഞങ്ങൾ ചോറിനെ കൊണ്ടുവന്നേ. എന്റെ ചോദ്യം 2020 മറ്റോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് സംഭവം അവർ പറയുന്നത്. ആ ആളെ 2024 എന്തിനാ മാഗ്ബത്ത് പബ്ലിക്കേഷൻസിന്റെ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്? അത് പിന്നെ ഈ വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷം ഷഹനാസ് എന്നോട് നീ കേസ് കൊടുക്കണം, ഡിഫാമേഷൻ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ ആദ്യ ആരോപണങ്ങളും വോയിസ് റെക്കോർഡും ഒക്കെ പുറത്തു വന്നതിന് ശേഷം എന്നോട് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞ ആളാണ്. തെളിവുണ്ട്. പണി പിന്നെയും പാളി. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ആ മിസ്ബിഹേവ് ചെയ്ത ആളെ ഈ 5 വർഷക്കാലം അടുത്ത സുഹൃത്തായിട്ട് എന്നോട് മിസ്ബിഹേവ് ചെയ്ത സുഹൃത്ത് ആളെ ഞാൻ 5 വർഷക്കാലം സുഹൃത്തായിട്ട് വെക്കില്ല. ഷഹനാസും വെക്കുന്ന ആളല്ല. ഇടങ്ങളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. I pity you for the dirty game you have played in this case. That is a manipulator. ഫേമസ് ആകാൻ വേണ്ടി വന്നിരുന്നുകൊണ്ട് കുരയ്ക്കുമ്പോഴത്തേക്ക് ചില സത്യങ്ങൾ അതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. എന്നാലും നമ്മുടെ ഹാഷ്മിയുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂവിനെ ചൊല്ലിയാണ് ഈ പറയുന്ന എഴുത്തുകാരിയും കോൺഗ്രസിന്റെ സഹയാത്രികയുമായിട്ടുള്ള ആ പുത്രി, വീരപുത്രി, സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന, സ്ത്രീകളുടെ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന നിലപാടെടുക്കുന്ന ആ ധീരയായിട്ടുള്ള വനിത വര ആ ചാനൽ വന്നിരുന്നുകൊണ്ട് നടത്തിയത് അല്ലേ. അപ്പൊ ഇത് തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്ത് നല്ല നൈസായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. തെറ്റ് ചെയ്തവൻ അത് ആരാണെങ്കിലും, ഇനി ദൈവം തമ്പുരാനാണെന്ന് പറഞ്ഞാലും കൊള്ളാം, അത് ശിക്ഷയ്ക്ക് അർഹപ്പെട്ടവർ തന്നെയാണ്. അവരെ ഒന്നും കേരളത്തിലെ പൊതുസമൂഹം ഒരിക്കലും ഉൾക്കൊള്ളത്തില്ല, അംഗീകരിക്കത്തില്ല. കോടതിയിൽ കേസ് നടക്കുകയാണ്, കേസ് നടക്കട്ടെ. നടന്ന് രാഹുൽ മാങ്കൂട്ടത്ത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ നാവുകൊണ്ട് തന്നെ നമ്മളത് തിരുത്തി പറയാനും തയ്യാറാകും. അതുവരെ നമ്മൾ ഒരാളെ ക്രൂശിക്കാൻ തയ്യാറല്ല. ഇവിടെ പുരുഷന്മാരെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പീഡിപ്പിക്കുന്ന ഈ പറയപ്പെടുന്ന പ്രത്യേക താല്പര്യങ്ങളുള്ള ഇത്തരത്തിലുള്ള വാണങ്ങൾക്കെതിരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.